ഞങ്ങൾക്കിത് നാടകമല്ല, ഒരു തരം പൊട്ടംകളിയാ. ഈ കാറ്റ് എന്നോട് എപ്പോഴും ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ മടുത്തു. എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞതാ, ഞങ്ങൾക്കും കണ്ട് രസിക്കാലോ. ഇതിൽ രസിക്കാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അങ്ങേര് കിടന്ന് ബഹളം കൂട്ടണോ? ഞങ്ങൾ പോണോ അതോ പോണ്ടേ? നിങ്ങൾ എവിടെയും പോകുന്നില്ല, ഞാനും. തർപ്പിച്ചങ്ങ് തീരുമാനിക്കാൻ ഞങ്ങളുടെ മേലെന്താ ഇത്ര അധികാരം? ഈ 1,00,000 പേരിലാണോ? ദാ വച്ചോളൂ. അങ്ങനെ തോന്നിയോ? എങ്കിൽ സോറി. ഒരു മോസിന്റെ മുമ്പിൽ, ഒരു ടെസ്സിയുടെ മുമ്പിൽ യാചനയുമായി നിൽക്കുന്ന ഒരാളാണ് ഞാനെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആ എനിക്കെന്ത് അധികാരം? എന്നോട് ഒരുപാട് സ്നേഹം എൻ്റെ ചേട്ടന്, ഒരുപാട്. ആ ചേട്ടൻ ഈ നാട്ടിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുക. മരിച്ചില്ലെങ്കിൽ ചേട്ടനെ ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ ചേട്ടൻ ആരെങ്കിലും കൊല്ലും. എനിക്ക് വേണം ചേട്ടന്, എൻ്റെ അച്ഛന് വേണം ആ മകനെ. എത്ര എത്ര വിളിച്ചിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. കുറെ കാലം അച്ഛന് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ചേട്ടനെ തിരികെ വിളിച്ചുകൊണ്ട് പോവാൻ. എത്ര ശ്രമിച്ചാലും ചേട്ടൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോഴാ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. ടെസ്സിയെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും ആലോചിക്കാതെ നിങ്ങളെയും കൊണ്ട് എനിക്ക് തോന്നിയ ഒരു വഴിയിലൂടെ ഞാൻ പോയി നോക്കുക. നിങ്ങൾ സഹായിച്ച ചേട്ടന്റെ ജീവിതം തീർച്ചയായും രക്ഷപ്പെടുത്താനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ടെസ്സി, ടെസ്സി ഇന്ന് എന്റെ കൂടെ കിടക്കോ? ഞാൻ മോസിന്റെ കൂടെ കിടന്നോളാം. പ്ലീസ് ടെസ്സി. ഞാൻ നന്ദുട്ടിയോട് കൂടുതൽ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടു സാർ. യെസ് സാർ, ആകെ പ്രശ്നമായി. ഇറ്റ് വാസ് ഹോറിബിൾ സാർ, ഹോറിബിൾ. പറ്റുന്ന പോലെ സഹിക്കില്ല. ഹോറിബിൾ. നന്ദു, എന്നോട് വഴക്ക് വേണ്ട. 1-2 ദിവസത്തിനകം നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം. അതുവരെ അവർ രണ്ടുപേരും ഇവിടെ കഴിഞ്ഞോട്ടെ. അപ്പൊ 50,000 ചെക്ക് തിരിച്ചു തന്നേക്കട്ടെ. ഇവിടെ കിടന്നോളാൻ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് 50 വേണ്ട. പെങ്ങള് തന്നു 1,00,000 മതി. ചെക്ക് ഞാൻ നാളെ തരാട്ടാ. നീ ഇവിടെയും കയറിയോ? ആര് കിടത്തി നിന്നെ ഇവിടെ? പെങ്ങള് പറഞ്ഞ് കിടന്നോളാൻ. കിടക്കാനൊരു പൂതി തോന്നി, കിടന്നു. നല്ല മണകം. സൂക്ഷിച്ച് കാല് പോവും. ബ്ലഡി റാസ്കൽ, എല്ലാം നീ നശിപ്പിക്കും. എന്നെയും എന്റെ അനിയത്തിയും നീ ഇല്ലാതാക്കും. ഇനി ഞാനായിട്ട് ഇല്ലാത്ത സമാധാനം കളയണില്ല. നന്ദു, നന്ദു, എന്തൊക്കെയായി കാണിക്കുന്നത് നന്ദുട്ടി? Come on, get up, please. ഒത്തിരി സ്നേഹിച്ചു പോയത് കൊണ്ട് എന്നെ ഇങ്ങനെ ശിക്ഷിക്കില്ല. പോ പോ പോയി നിന്റെ മുറി പോയി കിടക്ക. Come on. നീ എങ്ങോട്ടാ? പുതപ്പിക്കാൻ അല്ല, പുതപ്പ് കൊടുക്കാൻ. ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. പോടാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്കണേ, ഇല്ലേ വിഷമിക്കും നന്ദു. ഓരോരോ തോന്നലുകളെ. ഞങ്ങളൊക്കെ വളർന്നത് ബാംഗ്ലൂരിലാ. ചേട്ടന് കുട്ടിക്കാലം മുതലേ തുടങ്ങി കാറുകളോടുള്ള കമ്പം. ഏത് കാറ് കണ്ടാലും എടുത്ത് ഓടിക്കും. അതുകൊണ്ട് വീട്ടിലാകെ ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ. അതുമായി അച്ഛൻ എപ്പോഴും ടൂറിലും. അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് അസുഖം കൂടി. ചേട്ടൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സഹായത്തിനായി ചേട്ടൻ പലരെയും വിളിച്ചു. കാറുകളും ആംബുലൻസും ഒക്കെ എത്തിയപ്പോഴേക്കും 3/4 മണിക്കൂർ വൈകി അമ്മ മരിച്ചു. ആ മരണം ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. അമ്മയില്ലാത്ത വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് പോന്നു പഠിക്കാൻ. അമ്മയുടെ ഒരു ഇളയ ആങ്ങളെ ഉണ്ടായിരുന്നു ഇവിടെ. ആ കുഞ്ഞമാവൻ്റെ കൂടിയായിരുന്നു ചേട്ടൻ. പഠനമൊക്കെ കഴിഞ്ഞും തിരികെ വന്നില്ല. എന്നോട് മാത്രം വല്ലപ്പോഴും ഫോണിലൂടെ
കുറേ വാക്കുകൾ. ചേട്ടൻ ഇവിടെ ബിസിനസ് തുടങ്ങി, സമ്പാദിച്ചു കൂട്ടി. പണത്തോടൊപ്പം കൂട്ടുകാരും എത്തി. ആ ഇടയ്ക്കൊരു കാർ ആക്സിഡന്റിൽ കുഞ്ഞമ്മാവും മരിച്ചു. അതോടെ ചേട്ടൻ ആകെ തകർന്നു. ഒരടുത്ത സുഹൃത്ത് ചേട്ടനെ മയക്കുമരുന്നിന് അടിമയാക്കി. അത് ചേട്ടനെ ഒരു മുഴു ഭ്രാന്തിന്റെ അവസ്ഥയിലെത്തിച്ചു. വിവരങ്ങൾ ഫാദർ സിറിയക് ബാംഗ്ലൂരിലെത്തി അറിയിച്ചു. ഞാനും അച്ഛനും ഓടിയെത്തി. വന്നപാടെ കണ്ട കാഴ്ച ആത്മഹത്യ ചെയ്യാനായി കയ്യിലെ വെയിൻ മുറിച്ച് ബാത്ടബിൽ കിടക്കുന്ന ചേട്ടനെയായിരുന്നു. ബാംഗ്ലൂർ കൊണ്ടുപോയി ചികിത്സിച്ചു മാസങ്ങളോളം. ഇനിയും മയക്കുമരുന്നിലേക്ക് വിടരുതെന്ന് ഡോക്ടർ നിർബന്ധിച്ചു പറഞ്ഞു. പോയില്ലാന്ന് ചേട്ടൻ എനിക്ക് വാക്കും തന്നു. പക്ഷേ തന്നെ മയക്കുമരുന്നിന് അടിമയാക്കി, ഭ്രാന്തനാക്കി, തൻ്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും തട്ടിയെടുത്ത ആ സുഹൃത്തിനെ കൊല്ലണമെന്നൊരു പക ചേട്ടനിൽ വല്ലാണ്ട് വളർന്നു. പെട്ടെന്നൊരു ദിവസം ആരോരും അറിയാതെ അവിടെ നിന്നും കടന്നു. വീണ്ടും ഇവിടെ. ചേട്ടനെ നശിപ്പിച്ച ആ സുഹൃത്ത്, അയാൾ ചില്ലറക്കാരനല്ല, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനുഷ്യൻ, പനിക്കൽ ദാസ്. ഇപ്പം അയാൾ എവിടെയും പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുക. തരം കിട്ടുമ്പോൾ ആക്രമിക്കാൻ, ചേട്ടനെ കൊല്ലാൻ. ഈ സ്ഥലം പണ്ട് ചേട്ടനും പനിക്കൽദാസും ചേർന്ന് വാങ്ങിയതാ. ചേട്ടനറിയാതെ ദാസ് ഈ സ്ഥലം മുംബൈയിൽ ഒരു കമ്പനിക്ക് ലീസിന് കൊടുത്തു. അവർ ഈ കെട്ടിടം കെട്ടിപ്പൊക്കി. തിരികെ വന്ന ചേട്ടൻ സ്റ്റേ വാങ്ങി. ഇപ്പം ദാസിന് അയാളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റാലും ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തികയില്ല. ഒരു കോംപ്രമൈസിനായി ഓടി നടക്കുകയാണ് അയാൾ. ഒരൊത്തുതീർപ്പിനും ചേട്ടൻ തയ്യാറല്ല. അയാളെ മാനസികമായി പീഡിപ്പിക്കുക, പിന്നെ കൊല്ലുക. അതുമാത്രമാണ് ചേട്ടൻ്റെ ലക്ഷ്യം. ചേട്ടനൊരു കൊലപാതകയാവുക, അത് ചിന്തിക്കാനേ പറ്റുന്നില്ല എനിക്കും അച്ഛനും. പണവും പകയും ഒന്നും വേണ്ട. ഒരിക്കലും ഇങ്ങോട്ട് വരാത്ത വിധം ചേട്ടനെ തിരികെ കൊണ്ടുപോകണം. അതാണ് എൻ്റെ ആശ. ഓരോ ദിവസം കഴിയും തോറും ചേട്ടൻ വരില്ല എന്നൊരു ആശങ്ക. ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? ഈ മോസിന്റെയും ടെസ്സിയുടെയും ജീവിതത്തിൽ ഒരിടം എനിക്കും തരുമോ? കളിയായിട്ടാണോ കാര്യമായിട്ടാണോ? എന്തു തോന്നുന്നു? ടെസ്സിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് നിമിഷം വലിച്ചെറിയപ്പെടുന്ന വെറും ഉപകരണങ്ങളാണ്, അതുകൊണ്ട് കൂടുതൽ ആശയൊന്നും വേണ്ടാന്ന്.